എല്ലാവർക്കും സോഷ്യോളജിയുടെ തുല്യതാ ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 തുല്യതാ സോഷ്യോളജിയുടെ 4ാമത്തെ അധ്യായമായ സംസ്കാരവും സാമൂഹീകരണവും കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ എന്ന അധ്യായമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ആമുഖം: സമൂഹശാസ്ത്രത്തിലെ ഒരു പ്രധാന സങ്കല്പനമാണ് സംസ്കാരം. സമൂഹത്തെപ്പോലെ സംസ്കാരവും പലപ്പോഴും അവ്യക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ്. സംസ്കാരത്തെ കൃത്യമായി നിർവചിക്കാനും അതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ മനസ്സിലാക്കാനുമാണ് ഈ അധ്യായത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. അനേകം അർത്ഥതലങ്ങളുള്ള ഒരു പദമാണ് സംസ്കാരം. സാധാരണയായി സംസ്കാരത്തെ കലകളിലേക്കും ചില വർഗങ്ങളുടെയോ രാജ്യങ്ങളിലുള്ളവരുടെയോ ജീവിത രീതികളിലേക്കും പരിമിതപ്പെടുത്താറാണ് പതിവ്. എന്നാൽ സമൂഹശാസ്ത്രജ്ഞന്മാരും നരവംശ ശാസ്ത്രജ്ഞന്മാരും സംസ്കാരങ്ങൾ നിലനിൽക്കുന്ന സാമൂഹിക പശ്ചാത്തലങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. സംസ്കാരത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ മനസ്സിലാക്കുവാനും സാംസ്കാരിക വൈവിധ്യത്തെ തിരിച്ചറിയാനുമുള്ള ഉൾക്കാഴ്ച ഈ പാഠഭാഗം പ്രദാനം ചെയ്യുന്നു. ഈ പാഠം പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന പഠന നേട്ടങ്ങൾ, ലേണിംഗ് ഔട്ട്കംസ്, സംസ്കാരത്തെ സമൂഹശാസ്ത്രപരമായി നിർവചിക്കുവാൻ കഴിയുന്നു. സംസ്കാരത്തിൻ്റെ ഭിന്നതലങ്ങൾ വേർതിരിച്ച് കാണിക്കാൻ സാധിക്കുന്നു. സംസ്കാരത്തിൻ്റെ മാനങ്ങൾ വർഗീകരിക്കുവാൻ കഴിയുന്നു. വ്യക്തിത്വ രൂപീകരണത്തിൽ സംസ്കാരത്തിൻ്റെയും ഉപസംസ്കാരത്തിൻ്റെയും പങ്ക് തിരിച്ചറിഞ്ഞ് വിശദീകരിക്കുന്നു. വംശീയ കേന്ദ്രോന്മുഖത, സാർവജനീനത എന്നിവ തിരിച്ചറിയുവാനും അവ വിശദീകരിക്കുവാനും സാധിക്കുന്നു. സാംസ്കാരിക മാറ്റം കണ്ടെത്താനും വിശദീകരിക്കാനും സാധിക്കുന്നു. സാമൂഹീകരണ പ്രക്രിയ വിശദീകരിക്കുവാൻ സാധിക്കുന്നു. സാമൂഹീകരണത്തിൻ്റെ ഏജൻസികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുവാനും അവയുടെ പങ്ക് വിലയിരുത്തുവാനും സാധിക്കുന്നു. സാമൂഹീകരണവും വ്യക്തി സ്വാതന്ത്ര്യവും പരസ്പരം പൂരകങ്ങളാണെന്ന് വിലയിരുത്തുവാനും വിശദീകരിക്കുവാനും സാധിക്കുന്നു. ഇതിൽ വരുന്ന പ്രധാന പദങ്ങളാണ് സംസ്കാരം, സ്വത്വം, ഭൗതിക സംസ്കാരം, ജ്ഞാനാത്മക സംസ്കാരം, നൈതിക സംസ്കാരം, വംശീയ കേന്ദ്രോന്മുഖത, സാർവജനീനത, സാംസ്കാരിക മാറ്റം, സാമൂഹീകരണം. സംസ്കാരം, കൾച്ചർ. സംസ്കാരങ്ങൾ പൂർണ്ണത പ്രാപിച്ചവയല്ല. അവ എല്ലായ്പ്പോഴും മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ചില ഘടകങ്ങൾ സ്ഥിരമായി സംസ്കാരത്തോട് കൂട്ടിച്ചേർക്കപ്പെടുന്നു, മറ്റു ചിലത് ഒഴിവാക്കപ്പെടുന്നു. സംസ്കാരത്തിലെ മറ്റു ചില ഘടകങ്ങൾ വികാസം പ്രാപിക്കുകയോ ചുരുങ്ങുകയോ പുനർക്രമീകരിക്കപ്പെടുകയോ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം, സംസ്കാരം ഒരിക്കലും പൂർണ്ണത കൈവരിച്ചിട്ടില്ല, അത് മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്നാണ്. സംസ്കാരം എന്നത് നാം ആർജിക്കുന്ന ഒരു പൊതുവായ ജീവിത രീതിയാണ്. ഈ പൊതുരീതി വികസിപ്പിച്ചെടുക്കാനുള്ള വ്യക്തിയുടെ കഴിവാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. നമ്മുടെ കുടുംബാംഗങ്ങൾ, ഗണങ്ങൾ, സമുദായങ്ങൾ എന്നിവരിൽ നിന്നാണ് നാം ഈ രീതി ആർജിക്കുന്നത്. സമൂഹത്തെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് വാമൊഴിയായോ പുസ്തകങ്ങളിലൂടെയോ ആണ്. ഈ ജ്ഞാനം സമൂഹത്തിലുള്ള നമ്മുടെ പങ്കും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നു. ഭിന്ന പശ്ചാത്തലങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, ഡൈവേഴ്സ് സെറ്റിങ്സ്, ഡിഫറൻറ്റ് കൾച്ചേഴ്സ്. അപ്പോൾ ഈ ഹെഡിങ്ങിൽ പറയുന്നത് ഭിന്ന പശ്ചാത്തലങ്ങളിൽ, ഭിന്ന ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് വ്യത്യസ്ത സംസ്കാരമുണ്ടാകും. അപ്പോൾ മരുഭൂമിയിൽ ജീവിക്കുന്നവരുടെ സംസ്കാരമല്ല കാടുകളിൽ വസിക്കുന്നവർക്കുണ്ടാവുക. തീരപ്രദേശത്തുള്ളവരുടെ സംസ്കാരമല്ല സമതലങ്ങളിലുള്ളവർക്കുണ്ടാവുക. അപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് അവർ ആ സംസ്കാരം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കുന്നുകൾ, സമതലങ്ങൾ, വനങ്ങൾ, വെട്ടിത്തെളിച്ച ഭൂപ്രദേശങ്ങൾ, മരുഭൂമികൾ, നദീതടങ്ങൾ, ദ്വീപുകൾ, വൻകരകൾ എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ പ്രകൃതി പശ്ചാത്തലങ്ങളിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, നഗരങ്ങൾ എന്നിവിടങ്ങളിലും അവർ താമസിക്കുന്നു. വ്യത്യസ്ത പരിസ്ഥിതികളിൽ ജീവിക്കുന്ന മനുഷ്യൻ പ്രകൃതിയുമായും സാമൂഹ്യ സാഹചര്യങ്ങളുമായും ഇണങ്ങിച്ചേരുന്നതിന് വ്യത്യസ്ത തന്ത്രങ്ങൾ സ്വീകരിക്കുന്നു. ഇത് വ്യത്യസ്ത ജീവിത രീതികളുടെ അഥവാ സംസ്കാരങ്ങളുടെ ആവിർഭാവത്തിലേക്ക് നയിക്കുന്നു. സംസ്കാരങ്ങളുടെ പദവി നിർണ്ണയിക്കാൻ കഴിയുകയില്ല. പ്രകൃതിയുടെ വെല്ലുവിളികൾ നേരിടാനുള്ള കഴിവനുസരിച്ച് സംസ്കാരങ്ങളെ പര്യാപ്തമെന്നോ അപര്യാപ്തമെന്നോ വിലയിരുത്താം. 2004 ഡിസംബർ 26 വിനാശകരമായ സുനാമിയുടെ അനന്തരഫലങ്ങൾ മനുഷ്യർ
സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതികളിലുള്ള വ്യത്യാസം കാണിച്ചു തരുന്നു. കേരളം, തമിഴ്നാട്, അന്തമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ സുനാമി നാശം വിതക്കുകയുണ്ടായി. സുനാമിയോടുള്ള വൻകര ദ്വീപുവാസികളുടെയും ഗോത്ര സമൂഹങ്ങളുടെയും പ്രതികരണങ്ങൾ തീർത്തും വ്യത്യസ്തമായിരുന്നു. വൻകരകളിലും ദ്വീപുകളിലും താമസിച്ചിരുന്ന ജനങ്ങൾ ആധുനിക ജീവിതം നയിച്ചിരുന്നവരാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അവർക്കറിയാമായിരുന്നു. എന്നിട്ടും സുനാമിയുടെ ആഗമനത്തെ മുൻകൂട്ടി കാണാനോ തക്ക രീതിയിൽ പ്രതികരിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. സുനാമിയിൽ ദ്വീപ് സമൂഹങ്ങളിലെ മുക്കുവ ജനതക്കും സർക്കാർ ജീവനക്കാർക്കുമെല്ലാം വൻതോതിൽ നാശനഷ്ടങ്ങളും ജീവഹാനിയും സംഭവിച്ചു. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ ബാലപാഠം പോലും അറിയാത്ത ഓങ്കൻസ്, ജറവാസ്, ഗ്രേറ്റ് അൻഡമാൻസ് അഥവാ ഷോംബൻസ് ദ്വീപുകളിൽ അധിവസിച്ചിരുന്ന പ്രാകൃത ഗോത്ര സമുദായങ്ങൾ ആ അത്യാഹിതത്തെ തങ്ങളുടെ അനുഭവജ്ഞാനത്തിലൂടെ മുൻകൂട്ടി കാണുകയും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് നീങ്ങി തിരമാലകളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പറയുന്നത് സുനാമിയിൽ ഗോത്രജനത അല്ലെങ്കിൽ ആദിവാസി വിഭാഗം സാധാരണ ജനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അവരുടെ അനുഭവജ്ഞാനം കൊണ്ട് രക്ഷപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ രക്ഷപ്പെടാൻ അവർക്ക് അനുഭവമാണ് തുണയായത്. ശാസ്ത്ര സാങ്കേതിക വിവരമൊക്കെയുള്ള സാധാരണ ജനങ്ങൾ ആ സുനാമിയിൽ എല്ലാം നശിച്ച് മരിച്ചുപോയ ഒരനുഭവമുണ്ടായി. എന്നാൽ യാതൊരു സാങ്കേതിക വിദ്യയുമില്ലാത്ത ഗോത്ര വിഭാഗം അതിന് രക്ഷപ്പെട്ടു. അപ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഈ സംസ്കാരം എന്നത് സാധാരണ ആധുനികരുടെ സംസ്കാരം നല്ലതാണ് അല്ലെങ്കിൽ ഉത്കൃഷ്ടമാണ്, ആദിവാസികളുടേത് നികൃഷ്ടമാണ് അല്ലെങ്കിൽ മോശമാണ് എന്നൊന്നും നമുക്കൊരു റാങ്ക് കൊടുക്കാൻ അതിന് സാധ്യമല്ല. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ കൈവശമുള്ളത് കൊണ്ട് മാത്രം ആധുനിക സംസ്കാരങ്ങൾ ദ്വീപുകളിലെ ഗോത്ര സംസ്കാരത്തേക്കാൾ മികച്ചതാണെന്ന് പറയാൻ കഴിയില്ലെന്ന് ഈ അനുഭവം തെളിയിക്കുന്നു. പഠന പുരോഗതി വിലയിരുത്താം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയും തെറ്റും കണ്ടെത്തുക. 1. സംസ്കാരം പാരമ്പര്യത്തിലുപരി ആർജിച്ചെടുക്കുന്നവയാണ്. അത് ശരിയാണ്. 2. വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, രീതികൾ തുടങ്ങിയവ ഒരാളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. അത് ശരിയാണ്. 3. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉള്ളതുകൊണ്ട് മാത്രം ഉയർന്ന സംസ്കാരമുണ്ട് എന്ന് കരുതാം. അത് തെറ്റാണ്. 4. സംസ്കാരങ്ങൾ പൂർണ്ണത എത്തിയവയാണ്, ഇവ പരിണാമത്തിന് വിധേയമാകുന്നില്ല. അതും തെറ്റാണ്, വിധേയമാകുന്നു. 5. വ്യത്യസ്ത ജീവിത രീതികൾ വ്യത്യസ്ത സംസ്കാരങ്ങൾക്ക് കാരണമാകുന്നു. അത് ശരിയാണ്. നിർവചിക്കൽ, ഡിഫൈനിങ് കൾച്ചർ. സംസ്കാരത്തിന് വ്യത്യസ്ത നിർവചനങ്ങൾ പലരും നൽകിയിട്ടുണ്ട്. ശാസ്ത്രീയ സംഗീതം, നൃത്തരൂപങ്ങൾ, ചിത്രകല എന്നിവയിൽ ശുദ്ധമായ അഭിരുചി നേടുന്നതിനെയാണ് സംസ്കാരം എന്ന പദം കൊണ്ട് പലപ്പോഴും നാം സൂചിപ്പിക്കാറുള്ളത്. ഈ ശുദ്ധമായ അഭിരുചി സംസ്കാര ശൂന്യരായ ബഹുജനങ്ങളിൽ നിന്ന് വ്യക്തികളെ വേർതിരിക്കുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ സമൂഹശാസ്ത്രജ്ഞന്മാർ സംസ്കാരത്തെ കാണുന്നത് വ്യക്തികളെ വ്യത്യസ്തരാക്കുന്ന എന്തെങ്കിലുമായല്ല, സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും പൊതുവായുള്ള ഒരു ജീവിത രീതിയായാണ് അവർ സംസ്കാരത്തെ വിലയിരുത്തുന്നത്. ഓരോ സമൂഹവും അതിൻ്റേതായ ഒരു സംസ്കാരം രൂപപ്പെടുത്തുന്നുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ സംഗീതം, നൃത്തം, ചിത്രകല എന്നൊക്കെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പറയാറുണ്ട്. ഇതൊക്കെ കൂടുതലുള്ള സ്ഥലമാണ് കേരളത്തിലെ തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നൃത്തരൂപം, സംഗീതമൊക്കെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ടെങ്കിലും സമൂഹശാസ്ത്രജ്ഞന്മാർ അത് വ്യക്തിയുടെ ഒരു കഴിവായിട്ടോ ഗുണമായിട്ടോ അല്ല പറയുന്നത്. അത് ഗ്രൂപ്പായിട്ട്, സംഘമായിട്ട് ജീവിക്കുമ്പോൾ ആ സമൂഹത്തിലുണ്ടാവുന്ന ഒരു കാര്യത്തെയാണ് സംസ്കാരം എന്ന് വിലയിരുത്തപ്പെടുന്നത്. അതിൻ്റെ നിർവചനങ്ങൾ, പലരും നൽകിയ നിർവചനം നമുക്ക് പരിശോധിക്കാം. ബ്രിട്ടീഷ് പണ്ഡിതനായ എഡ്വേർഡ് ടൈലർ തൻ്റെ പ്രാകൃത സംസ്കാരം, പ്രിമിറ്റീവ് കൾച്ചർ എന്ന കൃതിയിൽ സംസ്കാരത്തിന് നരവംശ ശാസ്ത്രപരമായ ഒരു നിർവചനം നൽകുകയുണ്ടായി. സമൂഹത്തിലെ ഒരംഗമെന്ന നിലയിൽ മനുഷ്യൻ ആർജിച്ച വിജ്ഞാനം, വിശ്വാസങ്ങൾ, കല, സദാചാരം, നിയമം, ആചാരം, മറ്റു കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകത്തുകയാണ് സംസ്കാരം.
അപ്പോൾ സംസ്കാരത്തിന് ടൈലർ നൽകിയ നിർവചനമാണിത്. നരവംശാസ്ത്രത്തിലെ നിർവഹണവാദ കാഴ്ചപ്പാടിൻ്റെ പ്രചാരകനായ പോളണ്ടിലെ മലിനോവിസ്കി സംസ്കാരത്തെ ഇപ്രകാരം നിർവചിക്കുന്നു: പൂർവാർജിത വസ്തുക്കൾ, സാധനങ്ങൾ, സാങ്കേതിക പ്രക്രിയകൾ, ആശയങ്ങൾ, ശീലങ്ങൾ, മൂല്യങ്ങൾ എന്നിവയടങ്ങുന്നതാണ് സംസ്കാരം. അപ്പോൾ രണ്ടുപേരുടെ നിർവചനം നാം പറഞ്ഞു. ഇനി മറ്റൊന്ന്, ഒരു ഗ്രന്ഥത്തിലെ വാക്കുകൾ നോക്കുന്നത് പോലെ നാം മനുഷ്യൻ്റെ പ്രവൃത്തികളെയും നോക്കണമെന്ന് ക്ലിഫോർഡ് ഗീഡ്സ് നിർദ്ദേശിക്കുന്നു. അവ ഒരു സന്ദേശം നൽകുന്നുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ വാക്കുകൾക്ക് അർത്ഥമുള്ളതുപോലെയാണ് സംസ്കാരം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നു. ഇനി മനുഷ്യൻ അവൻ സ്വയം നെയ്തെടുത്ത പ്രാധാന്യത്തിൻ്റെ വലകളിൽ തൂങ്ങിക്കിടക്കുന്നൊരു ജീവിയാണ്. ആ വലകളാണ് സംസ്കാരം. കാരണം വിശദീകരിക്കാനല്ല ഈ അന്വേഷണം, അർത്ഥങ്ങൾ കണ്ടെത്താനാണ് എന്ന് ക്ലിഫോർഡ് ഗീഡ്സ് വിശദീകരിക്കുന്നു. അപ്പോൾ ഒരു കാര്യത്തിന് അർത്ഥം നൽകുന്നത് എങ്ങനെയാണ്, അതിനനുസരിച്ചാണ് സംസ്കാരം ഉണ്ടാവുക. അപ്പോൾ വെള്ളത്തിന് നൽകുന്ന വ്യത്യസ്ത അർത്ഥങ്ങൾ ഓരോ വിശ്വാസികൾക്കും വ്യത്യസ്തമാണ്. അപ്പോൾ അർത്ഥങ്ങളാണ് അവരുടെ സംസ്കാരത്തെ നിർണ്ണയിക്കുന്നതെന്ന് ക്ലിഫോർഡ് ഗീഡ്സ് വിശദീകരിക്കുന്നു. ഇനി പഠന പുരോഗതി വിലയിരുത്താം. ടൈലറുടെയും മലിനോവ്സ്കിയുടെയും നിർവചനങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയുക, എഴുതുക. അപ്പോൾ ഇ.ബി. ടൈലർ പറഞ്ഞത് ഉള്ള നിർവചനത്തിൽ പറയുന്ന പ്രധാന കാര്യം, അതിൽ ഭൗതികേതര സംസ്കാരത്തിനാണ് ഇ.ബി. ടൈലർ പ്രാധാന്യം നൽകുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞ വിജ്ഞാനം, വിശ്വാസം, സദാചാരം, നിയമം, ആചാരം, ശീലം, ഇതൊക്കെ എന്താണ്? ഭൗതികേതര സംസ്കാരമാണ്. നമുക്ക് തൊട്ടു കാണാനോ ടാഞ്ചിബിളായിട്ടുള്ള ഒരു വസ്തുവല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ. നോൺ മെറ്റീരിയലാണ്, ഭൗതികേതരമായ കാര്യത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത്. എന്നാൽ മലിനോവ്സ്കിയുടെ നിർവചനത്തിലുള്ളതുകൊണ്ട് വസ്തുക്കൾക്കാണ്. വസ്തുക്കൾ, സാധനങ്ങൾ, സാങ്കേതിക പ്രക്രിയകൾ, ഇതൊക്കെയാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർവചനത്തിൽ ഭൗതിക സംസ്കാരത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. എന്നാൽ ടൈലറുടെ നിർവചനത്തിൽ ഭൗതികേതര സംസ്കാരത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇനി അമേരിക്കയിലെ നരവംശ ശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് ക്രോബറും ക്ലൈഡ് ക്ലുക്ക്ഹോണും സംസ്കാരത്തെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തുകയുണ്ടായി. അവർ രചിച്ച പുസ്തകമാണ് കൾച്ചർ, എ ക്രിറ്റിക്കൽ റിവ്യൂ ഓഫ് കൺസെപ്റ്റ്സ് ആൻഡ് ഡെഫിനിഷൻസ്. സംസ്കാരം, അതിൻ്റെ നിർവചനത്തെയും ആശയത്തെയും കുറിച്ചുള്ള ഒരു വിമർശനാത്മക വിലയിരുത്തൽ. സംസ്കാരത്തിൻ്റെ വ്യത്യസ്ത നിർവചനങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിൽ പറയുന്ന പ്രധാന നിർവചനങ്ങളുടെ ആശയങ്ങളാണ് ഇനി പറയുന്നത്. അതിൽ പറയുന്ന ഒരാശയമാണ് ചിന്തയുടെയും വൈകാരികതയുടെയും വിശ്വാസത്തിൻ്റെയും വ്യതിരിക്തമായ ഒരു രീതിയാണ് സംസ്കാരം. ഒരു ജനതയുടെ മൊത്തം ജീവിത രീതിയാണ് സംസ്കാരം. പെരുമാറ്റ രീതികളാണ് സംസ്കാരം. അഭ്യസ്ത പെരുമാറ്റങ്ങളാണ് സംസ്കാരം. പഠന സഞ്ചയങ്ങളുടെ കലവറയാണ് സംസ്കാരം. വ്യക്തി തൻ്റെ ഗണത്തിൽ നിന്ന് ആർജിക്കുന്ന സാമൂഹിക പൈതൃകമാണ് സംസ്കാരം. ആവർത്തിത പ്രശ്നങ്ങളോടുള്ള ഒരു കൂട്ടം നിലവാരപ്പെടുത്തിയ പൊരുത്തപ്പെടലാണ് സംസ്കാരം. പെരുമാറ്റത്തെ നൈതികമായി നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനമാണ് സംസ്കാരം. അങ്ങനെ ചുരുക്കത്തിൽ ധാരാളം നിർവചനങ്ങൾ പറയാമെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരാകത്തുകയാണ് ജീവിത രീതിയാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വന്നു. മനുഷ്യൻ്റെ ജീവിത രീതിയെയാണ് സംസ്കാരം എന്ന് പറയുക. അപ്പോൾ അതിൽ പെരുമാറ്റങ്ങൾ വരുന്നു, അവൻ്റെ ചിന്തകൾ വരുന്നു, ഭക്ഷണ രീതി, വസ്ത്രധാരണ രീതി, ഭാഷ, മറ്റു കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അടുത്തതായിട്ട് സംസ്കാരത്തിൻ്റെ മാനങ്ങളാണ് ഡൈമെൻഷൻസ് ഓഫ് കൾച്ചർ. സംസ്കാരത്തിന് 3 മാനങ്ങളുണ്ട്. 1 ജ്ഞാനാത്മകം, കൊഗ്നിറ്റീവ്. 2 നൈതികം, നോർമാറ്റീവ്. 3 ഭൗതികം, മെറ്റീരിയൽ. എന്താണ് ജ്ഞാനാത്മക സംസ്കാരം എന്ന് പറഞ്ഞാൽ? നാം കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിച്ചുകൊണ്ട് അവക്ക് അർത്ഥമേകുന്നതിനെയാണ് ജ്ഞാനാത്മകം എന്ന് സൂചിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു സെൽഫോൺ ബെല്ല് കേൾക്കുമ്പോൾ അത് നമ്മുടേതാണെന്ന് തിരിച്ചറിയുന്നത്.
കുറേ മൊബൈലുകൾക്കിടയിൽ നമ്മുടെ മൊബൈൽ ശബ്ദിച്ചാൽ നമുക്ക് അതിൻ്റെ ശബ്ദം കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രെയിന് പ്രോസസ്സ് ചെയ്യണതുകൊണ്ടാണ്. അപ്പോൾ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത് ജ്ഞാനാത്മകമായൊരു വശമാണ്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കാർട്ടൂൺ തിരിച്ചറിയുന്നത്, ഇപ്പോൾ കാർട്ടൂൺ നോക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടിയാണ് അല്ലെങ്കിൽ അച്യുതാനന്ദനാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അത് നമ്മൾ ബ്രെയിന് കൊണ്ട് തിരിച്ചറിയുന്നതാണ്, ജ്ഞാനാത്മക വശമാണ്. മറ്റൊരു വശമാണ് നൈതികം, നോർമാറ്റീവ്. പെരുമാറ്റ നിയമങ്ങളെ സൂചിപ്പിക്കുന്നു. ഉദാഹരണം, മറ്റുള്ളവരുടെ കത്തുകൾ തുറക്കാതിരിക്കുക, മരണാനന്തര ചടങ്ങുകൾ അവ തുറക്കാൻ പാടില്ല, പാടുണ്ട് എന്നതൊക്കെ ഉണ്ട്, ഇല്ല, അല്ലെങ്കിൽ തെറ്റ് ശരികളൊക്കെ നൈതികമാണ്. അപ്പോൾ ഭൗതികം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ, ഭൗതിക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏതൊരു പ്രവർത്തനവും ഇതിൽ ഉൾപ്പെടുന്നു. ഉദാഹരണം, ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ, ഇൻ്റർനെറ്റ് ചാറ്റിംഗ്, അരിപ്പൊടി കൊണ്ട് കോലമിടുന്നത് തുടങ്ങിയവ. അപ്പോൾ ഇവിടെയൊക്കെ വസ്തുക്കൾക്കാണ് പ്രാധാന്യം. അപ്പോൾ അത്തരം സംസ്കാരത്തെ ഭൗതിക സംസ്കാരം എന്ന് പറയും. ഒരു പഠന പ്രവർത്തനം ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ജ്ഞാനാത്മകം, നൈതികം, ഭൗതികം എന്നീ 3 തലങ്ങളിലുള്ള സാംസ്കാരിക വസ്തുതകൾ വേർതിരിച്ചെഴുതുക. അപ്പോൾ AR റഹ്മാൻ്റെ സംഗീതം മറ്റുള്ളവരുടെ സംഗീതങ്ങളിൽ നിന്നും തിരിച്ചറിയുന്നു, അത് ജ്ഞാനാത്മകമാണ്. മതവിശ്വാസം എന്നത് നൈതികമാണ്. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് നൈതികമാണ്. ആഭരണങ്ങൾ എന്നത് ഭൗതികമാണ്. ഇനി ഓരോന്നും വിശദീകരിക്കുകയാണ്. സംസ്കാരത്തിൻ്റെ ജ്ഞാനാത്മക തലങ്ങൾ എന്തൊക്കെയാണ്? കൊഗ്നിറ്റീവ് വശങ്ങൾ. സംസ്കാരത്തിൻ്റെ ഭൗതിക തലങ്ങൾ തൊട്ടറിയാനും കേൾക്കാനും കാണാനും കഴിയുന്നതാണ്. അതിൻ്റെ നൈതിക തലങ്ങൾ വ്യക്തമായി പ്രസ്താവിക്കപ്പെട്ടവയാണ്. അതിനാൽ ഈ 2 തലങ്ങളെയും തിരിച്ചറിയാൻ ഒട്ടും പ്രയാസമില്ല. എന്നാൽ സംസ്കാരത്തിൻ്റെ ജ്ഞാനാത്മക തലം തിരിച്ചറിയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ജ്ഞാനാത്മകം എന്ന പദത്തിൻ്റെ അർത്ഥം അവബോധമുണ്ടാക്കുക എന്നാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെക്കുറിച്ച് അവബോധമോ ധാരണയോ ഉണ്ടാക്കുന്നതിനെയാണ് ജ്ഞാനാത്മകം എന്ന് പറയുന്നത്. സാക്ഷര സമൂഹങ്ങളിൽ ആശയങ്ങളെ പുസ്തകങ്ങളിലും പ്രമാണങ്ങളിലും പകർത്തി വയ്ക്കുന്നു. അവ വായനശാലയിലോ സ്ഥാപനങ്ങളിലോ ഗ്രന്ഥപ്പുരകളിലോ സംരക്ഷിക്കപ്പെടുന്നു. എന്നാൽ നിരക്ഷര സമൂഹങ്ങളിൽ ഐതിഹ്യങ്ങളും കഥകളും വിവരങ്ങളുമെല്ലാം ഓർമ്മയിൽ കാത്തുസൂക്ഷിക്കുകയും വാമൊഴിയിലൂടെ കൈമാറുകയും ചെയ്യുന്നു. അപ്പം ജ്ഞാനാത്മകത്തിൻ്റെ 2 ഭാഗമാണെന്ത്? എഴുത്ത് വിദ്യ, എഴുത്തറിയുക, എഴുത്തറിയാതിരിക്കുക, അല്ലെങ്കിൽ സാക്ഷരതയും നിരക്ഷരതയും. അപ്പോൾ സാക്ഷര സമൂഹങ്ങളിൽ എഴുത്തിനും പുസ്തകത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നു. നിരക്ഷര സമൂഹങ്ങളിൽ വാമൊഴിക്കാണ് പ്രാധാന്യം. അങ്ങനെ കേൾക്കുക, അങ്ങനെ നാടൻ പാട്ട് പോലെയുള്ള പാട്ടുകളിലൂടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് പഠനം നടത്തിയ വാൾട്ടർ ഓങ് തൻ്റെ ഒറാലിറ്റി ആൻഡ് ലിറ്ററസി എന്ന പുസ്തകത്തിൽ വാൾട്ടർ ഓങ് 1971 ഒരു പഠനം ഉദ്ധരിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലുള്ള 3000-ഓളം വരുന്ന ഭാഷകളിൽ 78 എണ്ണത്തിനു മാത്രമാണ് സ്വന്തമായി സാഹിത്യമുള്ളൂ. എഴുതപ്പെട്ടിട്ടില്ലാത്ത വസ്തുതകൾക്ക് പ്രത്യേക സവിശേഷതകളുണ്ടെന്ന് ഓങ് പറയുന്നു. വാമൊഴിയിലൂടെ കൈമാറുന്ന വിവരങ്ങൾ എളുപ്പത്തിൽ ഓർമ്മിക്കുന്നതിന് വേണ്ടി വാക്കുകൾ ധാരാളമായി ആവർത്തിക്കപ്പെടുന്നു. അപ്പോൾ വാമൊഴിയിലൂടെ ഉള്ള ഒരു രീതി അതാണ്. വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് പറയും. അങ്ങനെ ആവർത്തിക്കുന്നത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നാടൻ പാട്ടൊക്കെ പരിശോധിച്ചാൽ ഒരു കാര്യം തന്നെ കുറേ വട്ടം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വാമൊഴി നടത്തുമ്പോൾ അതിൻ്റെ ശ്രോതാക്കൾ ഒരു ലിഖിത ഗ്രന്ഥത്തിൻ്റെ വായനക്കാരെക്കാൾ കൂടുതൽ ആശയങ്ങൾ സ്വീകരിക്കുന്നവരും ഉൾക്കൊള്ളുന്നവരുമായിരിക്കും. വാമൊഴിയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന പാഠങ്ങൾ എഴുതപ്പെടുമ്പോൾ കൂടുതൽ വിപുലമായിത്തീരുന്നു. അപ്പോൾ വരമൊഴിയെക്കുറിച്ചും വാമൊഴിയെക്കുറിച്ചുള്ള പഠനമാണ് ഒറാലിറ്റി ആൻഡ് ലിറ്ററസി എന്ന പുസ്തകത്തിൽ വാൾട്ടർ ഓങ് നടത്തിയത്. ഒരു പഠന പ്രവർത്തനം, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ, വിവിധതരം ചാനലുകൾ, കമ്പ്യൂട്ടറുകൾ, ഇൻ്റർനെറ്റ് എന്നിവയുടെ സ്വാധീനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ പുതിയ രൂപങ്ങൾ നമ്മുടെ ജ്ഞാനാത്മക സംസ്കാരത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? കുറിപ്പ് തയ്യാറാക്കുക. താഴെ കൊടുത്തിരിക്കുന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ വിപുലപ്പെടുത്തുക. അപ്പോൾ അറിവിൻ്റെ തലം അതേപോലെ ചിന്തയുടെ തലം ഒക്കെ വിശാലമാക്കുന്നതിൽ പ്രത്യേക പങ്ക് വഹിക്കുന്നതാണ് ഇന്നത്തെ നവമാധ്യമങ്ങൾ. ചാനലുകൾ, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റൊക്കെ അതിൽ വരും. അപ്പോൾ അതൊക്കെ ഭൗതിക സംസ്കാരത്തിൻ്റെ വശമാണ് എന്നതോടൊപ്പം തന്നെ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുക, തിരിച്ചറിയുക എന്നത് നമ്മുടെ
ജ്ഞാനാത്മക തലവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഒരു പുസ്തകത്തിൽ നിന്ന് കാര്യം വായിക്കുന്നതിലേറെ എന്തൊക്കെയോ മാറ്റങ്ങൾ നമ്മൾ മൊബൈൽ ഫോണിൽ നിന്ന് വായിക്കുമ്പോഴും അല്ലെങ്കിൽ ടി വിയിൽ നിന്ന് കാണുമ്പോഴൊക്കെ ഉണ്ട്. ആ സ്ക്രീനുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ജീവിത രീതിയിലുണ്ടായ മാറ്റങ്ങൾ തന്നെ നമുക്ക് ഭാവനാത്മകമായി ചിന്തിക്കാനുള്ള കഴിവ് കുറയുന്നു എന്നതാണ് ഈ ടി വി കൊണ്ടും മറ്റു പുതിയ മാധ്യമങ്ങൾ കൊണ്ടും ഉണ്ടാകുന്നൊരു മാറ്റം. നേരെ മറിച്ച് പുസ്തകത്തിലൊക്കെ ഒരു കഥ വായിക്കുകയാണെങ്കിൽ ആ കഥയുടെ ചിത്രീകരണം നമ്മൾ മനസ്സിൽ തന്നെ കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ ഭാവന വർദ്ധിക്കുന്നു എന്ന് പഠനം നടത്തിയ ആളുകളൊക്കെ പറയുന്നുണ്ട്. ഈ നവമാധ്യമങ്ങൾ വഴി അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതാവുന്നതാണ്. സംസ്കാരത്തിൻ്റെ നൈതിക തലങ്ങൾ, നോർമാറ്റീവ് ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ. സംസ്കാരത്തിൻ്റെ നൈതിക മാനത്തിൽ നാട്ടുരീതികൾ, നാട്ടുനടപ്പുകൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ, നിയമങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇവ വ്യത്യസ്ത സന്ദർഭങ്ങളിലെ സാമൂഹിക പെരുമാറ്റത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന മൂല്യങ്ങളോ നിയമങ്ങളോ ആണ്. നാം പലപ്പോഴും സാമൂഹിക വഴക്കങ്ങൾ പിന്തുടരുന്നു. കാരണം സാമൂഹീകരണത്തിൻ്റെ ഫലമായി നാം അത് ശീലമാക്കിയിരിക്കുന്നു. നിയമങ്ങളും വഴക്കങ്ങളും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ഇനി പറയുന്നത്. വഴക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അന്തർലീനമായ ചട്ടങ്ങളാണ്. എന്നാൽ നിയമങ്ങളാകട്ടെ വ്യക്തമായ ചട്ടങ്ങളാണ്. വഴക്കം അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പുറത്തേക്ക് പ്രകടമായിട്ട് മനസ്സിലാവില്ല. ഒരു സമൂഹത്തിലെ വഴക്കങ്ങൾ, നോംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവില്ല. എന്നാൽ നിയമങ്ങളാണെങ്കിൽ വളരെ പ്രകടമായിട്ട് അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊരു മാറ്റമാണ്. ഇനി മറ്റൊരു സംസ്കാരത്തിൻ്റെ വഴക്കങ്ങൾ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവയ്ക്ക് അന്തർലീനമായ ചില ധാരണകളുണ്ടെന്ന് നാം ഓർത്തിരിക്കണമെന്ന് ഫ്രഞ്ച് സമൂഹശാസ്ത്രജ്ഞനായ പിറി ബോഡിയോ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ പതിവ് രീതികൾ അല്ലെങ്കിൽ അവിടുത്തെ വഴക്കങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്ത കുറേ അന്തർലീനമായ കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. പെട്ടെന്ന് പ്രകടമാവില്ല. അത് അവിടുത്തെ ആളുകൾക്കേ അറിയുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത്, ഒരു വ്യക്തി തനിക്ക് ലഭിച്ച സഹായത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു മടക്ക സമ്മാനം നൽകാൻ പാടില്ല. കാരണം അതിനെ ഒരു ബാധ്യത ഒഴിവാക്കാനുള്ള ശ്രമമായാണ് കരുതുക. ഇപ്പോൾ എക്സ്ചേഞ്ച് നടത്തുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ചു. അപ്പോൾ ജനിച്ച കുഞ്ഞിന് ബന്ധുക്കളൊക്കെ എന്ത് ചെയ്യും? സമ്മാനങ്ങൾ കൊടുക്കും, അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ കൊടുക്കും. അപ്പോൾ ഡ്രസ്സ് കിട്ടിയ കുഞ്ഞിൻ്റെ അമ്മ അല്ലെങ്കിൽ രക്ഷിതാക്കൾ അപ്പം തന്നെ കൊടുത്തവർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ള രീതിയില്ലല്ലോ. അത് ഇനി ഇതുപോലൊരു ചടങ്ങ് ഈ വീട്ടുകാർക്ക് വരുമ്പോൾ അവരും തിരിച്ചു കൊടുക്കും. അങ്ങനെ ഒരു അന്തർലീനമായ ഒരു വഴക്കമാണ് അവിടെ ഉള്ളത്. അത് പെട്ടെന്ന് ഇപ്പോൾ ഒരു ഉദാഹരണം, അത് നമുക്കറിയാം, ഇതേപോലെയുള്ള കുറേ വഴക്കങ്ങൾ ഓരോ സമൂഹത്തിലും ഉണ്ടാവും. അതുകൊണ്ടുള്ള മീനിങ് അവർക്കാണ് അറിയുക. അപ്പോൾ അന്തർലീനമായ ഒരു കാര്യം അതിലുണ്ട്. അത് പ്രകടമല്ല, നിയമത്തെ പോലെ പ്രകടമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിയമങ്ങളും വഴക്കങ്ങളും തമ്മിലുള്ള വ്യത്യാസം പറയണം. ഔപചാരിക ഉത്തരവാണ് നിയമം. പൗരന്മാർ അത് അനുസരിക്കണം. നിയമം മുഴുവൻ സമൂഹത്തിനും ബാധകമാണ്. നിയമലംഘനം ശിക്ഷാർഹമാണ്. സൂര്യാസ്തമയത്തിന് ശേഷം പെൺകുട്ടികളെ വെളിയിൽ വിടാൻ നിങ്ങളുടെ കുടുംബം അനുവദിക്കുന്നില്ലെന്ന് കരുതുക. അത് നിയമമല്ല, വഴക്കമാണ്. അത് നിങ്ങളുടെ കുടുംബത്തെ മാത്രം ബാധിക്കുന്ന ഒന്നാണ്. എല്ലാ കുടുംബങ്ങൾക്കും അത് ബാധകമാകണമെന്നില്ല. എന്നാൽ മറ്റൊരാളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഒരു സ്വർണ്ണമാല മോഷ്ടിക്കുകയും പിടിക്കപ്പെടുകയും ചെയ്താൽ നിങ്ങളെ വിചാരണ ചെയ്ത് ശിക്ഷിക്കുകയും ജയിലയക്കുകയും ചെയ്യും. കാരണം നിങ്ങൾ സ്വകാര്യ സ്വത്തിൻ്റെ സാർവത്രിക നിയമം ലംഘിച്ചിരിക്കുകയാണ്. അപ്പോൾ നിയമം വഴക്കം തമ്മിലുള്ള വ്യത്യാസം കാണിക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഓരോ വീട്ടിലും ഓരോ രീതികളായിരിക്കും അല്ലേ. ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും വീട്ടിലെത്തണമെന്ന് കർശനമായി പാലിക്കുന്ന കുടുംബങ്ങളുണ്ടാവും. എന്നാൽ എത്ര വൈകി എത്തിയാലും യാതൊരു പ്രശ്നമില്ലാത്ത കുടുംബം ഉണ്ടാവും. അപ്പോൾ പെൺകുട്ടി രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത് ചില വീട്ടുകാർക്ക് സമ്മതിക്കില്ല, ചില വീട്ടുകാർ സമ്മതിക്കും. അപ്പോൾ അതൊക്കെ അവിടുത്തെ വഴക്കങ്ങളാണ്. കാരണം അതിനൊരു സാർവത്രിക സ്വഭാവമില്ല, ഓരോരുത്തർക്കും അനുസരിച്ചാണ് വഴക്കങ്ങൾ. എന്നാൽ നിയമം അങ്ങനെയല്ല. നിയമം എന്ന് പറഞ്ഞാൽ അത് എല്ലായിടത്തും ഒരുപോലെ പാലിക്കണം. ഇപ്പോൾ മോഷണം പാടില്ല. ഇപ്പോൾ സ്വർണ്ണമാല മോഷ്ടിച്ചു പറഞ്ഞാൽ അത് എവിടുന്ന് മോഷ്ടിച്ചാലും അവന് അതിൻ്റെ കുറ്റം കിട്ടും, ജയിൽ ശിക്ഷയോ അല്ലെങ്കിൽ ഫൈനോ ഒക്കെ കിട്ടും എന്നതാണ്. അതാണ് നിയമത്തിൻ്റെ പ്രത്യേകത. നിയമങ്ങളും വഴക്കങ്ങളും തമ്മിൽ മറ്റു ചില വ്യത്യാസങ്ങളുണ്ട്. വഴക്കങ്ങൾ പദവിക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും.
അപ്പോൾ നോംസ് എന്നത് ഓരോരുത്തരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് മാറും. ഉദാഹരണത്തിന് സമൂഹത്തിലെ പ്രബല വിഭാഗങ്ങൾക്ക് പ്രബലമായ വഴക്കങ്ങളാണ് ബാധകം. ഈ വഴക്കങ്ങൾ പലപ്പോഴും വിവേചനപരമായിരിക്കും. ഉദാഹരണത്തിന് ദളിതരെ പ്രബല വിഭാഗങ്ങൾ ഉപയോഗിക്കുന്ന പാത്രത്തിൽ നിന്നോ ഉത്ഭവസ്ഥാനത്ത് നിന്നോ, ഉദാഹരണം കിണറുകൾ, വെള്ളം കുടിക്കാൻ വഴക്കങ്ങൾ അനുവദിക്കുന്നില്ല. അപ്പോൾ അവിടുത്തെ രീതികൾ അങ്ങനെയാണ്. നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള ഒരു വഴക്കമായിരുന്നു എന്ത്, താഴ്ന്ന ജാതിക്കാർക്ക് അകലം പാലിക്കണം, അല്ലെങ്കിൽ അയിത്തമുണ്ട്, പൊതു കിണർ ഉപയോഗിക്കാൻ പാടില്ല, ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല എന്നൊക്കെയുള്ള നിയമം. അത് പ്രബല വിഭാഗങ്ങൾക്ക് അനുസരിച്ചുണ്ടാക്കിയ വഴക്കമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പൊതുസ്ഥലങ്ങളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അനുവാദം നൽകാത്ത ഒരു വഴക്കം നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ വഴക്കം എന്നത് എന്താണ്, പദവിക്കനുസരിച്ചും സാമൂഹ്യ വിഭാഗങ്ങൾക്കനുസരിച്ചും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി മറ്റൊരു ആശയമാണ് സംസ്കാരത്തിൻ്റെ ഭൗതിക തലങ്ങൾ, മെറ്റീരിയൽ ആസ്പെക്ട്സ്. സംസ്കാരത്തിന് ഒരു ഭൗതിക തലമുണ്ട്. മനുഷ്യർ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഭൗതിക വസ്തുക്കളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഉപകരണങ്ങൾ, സാങ്കേതിക വിദ്യകൾ, യന്ത്രങ്ങൾ, കെട്ടിടങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, വാർത്താവിനിമയ ഉൽപ്പാദനോപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഭൗതിക സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണ് സാങ്കേതിക വിദ്യ. ഇതുമായി ബന്ധപ്പെട്ടൊരു പഠന പ്രവർത്തനമുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഭൗതികവും ഭൗതികേതര സംസ്കാരവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാമാണെന്ന് ടിക്ക് ചെയ്യുക. അപ്പോൾ ഭൗതികം എന്ന് പറയുമ്പോൾ ഈ കാണാനും തൊടാനൊക്കെ പറ്റുന്ന വസ്തുക്കൾക്കാണ്. ഭൗതികേതരം എന്ന് പറയുമ്പോൾ പറ്റാത്ത വസ്തുക്കൾക്കാണ്. അപ്പോൾ ഭൗതികേതരത്തിലാണ് എന്ത് വരിക, ജ്ഞാനാത്മക സംസ്കാരവും നൈതിക സംസ്കാരവും ഉൾപ്പെടുക. അപ്പോൾ ജ്ഞാനാത്മക സംസ്കാരത്തെയും നൈതിക സംസ്കാരത്തെയും ഭൗതികേതരമെന്നും പിന്നെ ഭൗതികമെന്നും മറ്റതിനെ പറയുന്നു. മൊബൈൽ ഫോൺ എന്നത് ഭൗതികമാണ്, കൃത്യനിഷ്ഠത ഭൗതികേതരമാണ്, റേഡിയോ ഭൗതികമാണ്, ദൈവവിശ്വാസം ഭൗതികേതരമാണ്, കമ്പ്യൂട്ടറുകൾ ഭൗതികം, ഇലക്ട്രിക് പമ്പുകൾ ഭൗതികം, മതം ഭൗതികേതരം, ആരോഗ്യ പരിപാലനം ഭൗതികേതരം. ജ്ഞാനാത്മകവും നൈതികവുമായ തലങ്ങളാണ് ഭൗതികേതര സംസ്കാരത്തിൽ ഉൾപ്പെടുന്നത്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ജീവിതത്തിൻ്റെ ഗുണമേന്മ ഉയർത്തുന്നതിനും ഭൗതിക മാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ചുരുക്കത്തിൽ സംസ്കാരത്തിന് 3 മാനങ്ങളുണ്ട്: ജ്ഞാനാത്മകം, നൈതികം, ഭൗതികം. ജ്ഞാനാത്മകവും നൈതികവും രണ്ടും ചേർന്ന് ഭൗതികേതരമെന്നും മറ്റേത് ഭൗതികമെന്നും നമുക്ക് തരംതിരിക്കാം. നാം ഇതുവരെ പറഞ്ഞത് സംസ്കാരത്തിൻ്റെ നിർവചനങ്ങളും സംസ്കാരത്തിൻ്റെ 3 മാനങ്ങളുമാണ്. അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നന്ദി.